എല്ലാം സിനിമ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊന്നുമില്ല, സിനിമയാണ്. മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണിത്. അതിലേക്ക് മ്യൂസിക് വരുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ എന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. കാരണം സിനിമ കാണുമ്പോൾ ഞാൻ സൗണ്ട് ഒന്നുമില്ലാതെ ഡയലോഗ് മാത്രം വെച്ചിട്ട് ആദ്യം കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് മാത്രമേ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റി ചിന്തിക്കുള്ളൂ. ബാക്കി പിന്നെ നമ്മൾ ഇതിലോട്ട് ഇന്നാവും. അപ്പം അത് കാരണം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയില്ല. നമുക്ക് വേണ്ട സ്ഥലത്ത് മാത്രമേ മ്യൂസിക് കൊടുത്തിട്ടുള്ളൂ. അല്ല, ഞാൻ സിനിമ കണ്ട ഒരു സിനിമ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടില്ല. എൻ്റെ ഉള്ളിൽ മൊത്തം കളറുണ്ട്. ഞാൻ അങ്ങനെ സിനിമ കണ്ടിറങ്ങിയാൽ നേരത്തെ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു. അതാണ് ഇപ്പൊ കറക്റ്റ് പറഞ്ഞത്. തുടക്കത്തിൽ അങ്ങനെ എളുപ്പമില്ല, നമ്മള് സിനിമയിലേക്ക്. കാരണം ഒരു സാധനത്തിലേക്ക് ഒരു കഥയാണത്. ആ കഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതില് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ എന്ന് പറയുന്നത് പിന്നൊന്നും നമ്മൾ അറിയുന്നില്ല. സൗണ്ട് ഉണ്ടോ, മ്യൂസിക് ഉണ്ടോ, തങ്ങള് അതെന്താ ആ ഒരു ഇതിൽ അങ്ങോട്ട് പോവാന്നുള്ളതാണ് അതില്. പിന്നെ ഷേനാദൊക്കെയും ജ്യോതിഷേട്ടനൊക്കെ കൂടി മറ്റേ വിഷ്വൽ മറ്റേ തീപ്പൊരു സാധനം നമുക്ക് വെച്ച് തന്നേക്കണം. പിന്നെ ഇതില് ഈ വിഷ്വല് കണ്ടാൽ തന്നെ മ്യൂസിക് വരും. അതാണ് അത് കാണുമ്പോ തന്നെ മ്യൂസിക് വരും. പിന്നെ മമ്മൂക്ക, അർജുൻ ചേട്ടൻ, സിദ്ധാർത്ഥ ചേട്ടൻ എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് തോന്നി. ഇപ്പം എനിക്ക് അതിനകത്ത് പല ബീറ്റുകളും ഈ മ്യൂസിക്കുകളും എനിക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഇത് കൊള്ളായിരുന്നു. അങ്ങനെ പേഴ്സണലി തോന്നിയത് ഏതായിരിക്കും? എനിക്ക് പോറ്റി തീം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു ആദ്യം. അത് ഇപ്പോഴും ഞാൻ അളിക്കും അത് എങ്ങനെയാണ് അത് വന്നതെന്നൊക്കെ. എങ്ങനെയോ സംഭവിച്ച ഒരു പരിപാടി. കുറെ സീനുകളുണ്ട്. ഇപ്പോൾ ട്രെയിലറിന്റെ പരിപാടികൾ നോക്കിയാൽ മനസ്സിലാവും. ട്രെയിലർ ഒരു തീമുണ്ട്, അത് നമ്മളെ പടത്തിന്റെ ഒരു തീം പോലെ പ്ലേസ് ചെയ്തൊരു ഇറങ്ങിയിട്ടില്ല. അത് ആകെ ട്രെയിലറിലും ഇതിലും മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര ആ തീം ഭയങ്കര രസമായിട്ട് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ബാക്ക് ഷോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ വിഷ്വലിൻ്റെ അകത്ത് ഇത് വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് വെച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ സീനിൽ ഞാൻ ഈ പോറ്റി തീം പ്ലേസ് ചെയ്ത് ഒരു ഉടുക്ക് ഒരു ഉടുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉടുക്ക് വായിച്ച് സെറ്റ് ചെയ്ത് രാഹുലേട്ടൻ വന്ന് കണ്ടു. രാഹുലേട്ടൻ ഭയങ്കര ഹാപ്പി ആയി. കുറച്ച് ഒച്ച കൂട്ടി വെച്ച് കേൾപ്പിക്കാൻ പറയും. ഒന്ന് അങ്ങനെ കേൾപ്പിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം കൃത്യമായിരുന്നു. വേണ്ടതുപോലെ ഇത് രാഹുലേട്ടൻ ഭയങ്കര പുള്ളിക്ക് അറിയാം കറക്റ്റ് എന്ത് കോൾ എടുക്കണം. അത് എനിക്ക് ഭയങ്കര ഗുണമാണ്. ഇപ്പൊ എന്റെ ജഡ്ജ്മെന്റ് ഒരു പോയിന്റ് വരെ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അപ്പുറത്ത് ഒരാൾ പറഞ്ഞാലേ ഇത് ഞാൻ എത്ര മോശം ചെയ്താലും ചിലപ്പോൾ എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. രാഹുലേട്ടൻ കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് പുള്ളിക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് എടുത്തു. എനിക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒരു അറിവിലേക്ക് വേണ്ടി വന്ന സാധനം ബക്കറ്റിലുണ്ടാക്കിയ സംഭവങ്ങളും അതൊക്കെ എല്ലാവരും അറിയണമെന്നില്ല. അത് കൃത്യമായിട്ട് നമ്മൾ ചില വീഡിയോകൾ ഇറങ്ങാറുണ്ട് ഫേസ്ബുക്കിൽ. വീഡിയോകൾ ചില കുട്ടികളിലെ ഇല്ലേ ചില ബക്കറ്റുകൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര പല മ്യൂസിക്കുകളാണല്ലോ ആ കുട്ടികൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ആ ഒരു സാധനം എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിക്കോട്ടെ. നമ്മൾ സ്വന്തം കണ്ടെത്തുവാണല്ലോ അല്ലേ. അല്ല എനിക്ക് പിന്നെ അതാ ഞാൻ പറഞ്ഞത് ഈ സിനിമയ്ക്ക് ഇത് സാധിക്കുള്ളൂ. വേറെ ഇതിലൊരു കൊമേഴ്ഷ്യൽ ഒരു കുറച്ച് കളർഫുൾ അങ്ങനത്തെ പരിപാടിക്ക് നമുക്ക് അത് പറ്റില്ല. ഇത് എക്സ്പെരിമെന്റലാണ്. ഇത് ഈ വിഷ്വൽ അത് ഡിമാൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ സൗണ്ട് വന്നാലും അത് വർക്ക് ആവാനുണ്ട്. മറ്റേത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റിൽ നിൽക്കും. അങ്ങനെ കോൺട്രാസ്റ്റ് വന്നാലും പ്രശ്നമാണ്. കാരണം പാട്ടുകളൊക്കെ ഓർമ്മ ഇരിപ്പുണ്ടോ? മനസ്സിലായില്ല. പാട്ടുകളൊക്കെ ഇതിലെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോഴേ നമുക്ക് എൻഡ് ടൈറ്റിലൊക്കെ വരുന്ന ആ ഒരു സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര രസമാണല്ലോ. അതെ, വരികളെല്ലാം കേൾക്കാം. എന്താ മ്യൂസിക്കിന്റെ ഒരു അതിപ്രസംഗം ഇല്ലാതാനും. അത് നേരത്തെ ജെഡി പറഞ്ഞ അതാണല്ലോ. നമുക്കവിടെ സൗണ്ട് ഇങ്ങനെ നിൽക്കണം, സൗണ്ട് നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ പെർഫോമൻസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ പെർഫോമൻസിനെ നമ്മൾ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെ അതേസമയം അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏത് ടെക്നീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുക. അതിന്റെ കഥ പറച്ചിലാണ് നമുക്ക് കറക്റ്റായിട്ട് കൺവേ ചെയ്യേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്ത് എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് അതിൽ. അതെ അതെ അതെ. ഹാപ്പി അല്ലേ ഇപ്പം? ഉറപ്പായിട്ടും. ഫോൺ ഇപ്പോഴും വന്നോണ്ടിരിക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. അതെ. ആശാൻ എന്ത് പറഞ്ഞു? ആശാൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല. പ്രൊമോഷന്റെ തിരക്കില്ല. മഞ്ഞുമൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ആശാൻ ഓട്ടത്തിലാണ്. അതെ അതെ. ആശാനെ വിളിച്ചോ? ഞാൻ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ആശാൻ തിരക്കിലാണ്, ഓട്ടത്തിലാണ്. പരിപാടികളൊക്കെ കഴിയുമ്പോ മീറ്റിംഗ് ആണ്. ആശാൻ കണ്ടുകഴിയുമ്പോഴാണ് ഇതിനടുത്ത്. അതെ അല്ലേ. മഞ്ഞുമൽ കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്.
പോലെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് വേറെ ഒരു അതെ, അത് വേറെ പരിപാടിയാണ് അല്ലേ. ഒരു മ്യൂസിക് എന്ന ഒരു നമ്മുടെ ഒരു സ്വപ്നം അല്ലേ, ഒരു മ്യൂസിക് ഡയറക്ടറുടെ സ്വപ്നം 3 സിനിമയാണെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് ഫലം ഈ കണ്ടിരിക്കുന്നു. പറയുമ്പോ മറ്റേ ഇത് പറഞ്ഞു സുഷിൻ ചേട്ടന്റെ അടുത്തുനിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്യണം പുതിയ അത് സുഷിൻ ചേട്ടൻ ഞാൻ ജോയിൻ ചെയ്ത് സുഷിൻ ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ മുതൽ സുഷിൻ ചേട്ടൻ എന്നോട് പറയണം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് എപ്പോഴും എന്നോട് പറയും. അത് ഞാൻ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആശാനില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കൂല. അത് എന്നും ഗുരുത്വം വേണം. അത് ആ വാക്കിലും ആ കണ്ണുകളിലും ഉണ്ട് ആശാനോട്. അല്ല, ഞാൻ ആഗ്രഹിച്ച് സുഷിൻ ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്ത സുഷിൻ ചേട്ടൻ വെറുപ്പിക്കാതെ അവിടെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഇപ്പോഴും മറ്റേ ചീത്തപ്പേരുണ്ടാക്കാതെ നല്ല പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകണം. കാരണം ഞാനും ഹാപ്പി, സുഷിൻ ചേട്ടനും ഹാപ്പി. ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ് കേട്ടോ ഈ സിനിമ. ഇപ്പൊ ഉറപ്പായിട്ടും അല്ലേ? ഈ ഞാൻ രാഹുലൻ ഈ പടം തന്നെ എനിക്ക് വലിയ പരിപാടിയാണ്. ഈ സിനിമയിൽ ഇത്ര വലിയ പരിപാടിയിൽ ഇപ്പോഴും വാക്കുകൾ ഇടറുന്നു. അതെ, എക്സൈറ്റഡ് ആണ്. അതെ 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 അല്ലേ, അതെ. അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ? ഇവിടെയൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല സംസാരിച്ചെന്ന് തോന്നുന്നില്ല. സുഷിന്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് സുഷിൻ പല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ നമ്മളിപ്പോൾ ഇപ്പൊ ക്ലീൻ ചെയ്യാത്ത ചില സൗണ്ടുകൾ സുഷിൻ പറയും, അത് എന്തിനാ നിങ്ങൾ എടുത്തു കളഞ്ഞു, ഞാൻ അതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സുഷിന്റെ ഒരു മെസ്സേജ് എൻ്റെ ഉണ്ട്, നിങ്ങൾ എന്തിനാ വീടിന്റെ സൗണ്ട് എടുത്ത് കളഞ്ഞ്, അതാണ് ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ 2 പടം ചെയ്തിട്ടുണ്ട്. സുഷിൻ ഇറങ്ങാനുണ്ട്. അപ്പൊ സുഷിന്റെ ആ ഒരു ഇതുണ്ട്. അതെ, ഉറപ്പായിട്ടും അങ്ങനെയുള്ള അവിടെ നിന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ നോർമലായിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഞാൻ സുഷിൻ്റെ അടുത്ത് അസിസ്റ്റ് ചെയ്യാതെ ഞാൻ പടം ചെയ്ത് വെച്ചെങ്കിൽ ചിലപ്പോ ആദ്യത്തെ പടം കഴിയുമ്പോൾ പിന്നെ ആരും വിളിക്കാതെ അങ്ങ് പോയത്. അതെ ഉറപ്പായിട്ടും. കാരണം എക്സ്പീരിയൻസ് വേണം അത്. കാരണം ഇത് ചെയ്ത് തന്നെ ഇനിയും പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു ചിലപ്പോൾ പിന്നീട് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ ഇനി അടുത്ത പടം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഇനി ഒത്തിരി സിനിമകൾ ചെയ്യണം. വീട്ടിൽ നിന്നൊക്കെ എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പി. ഏറ്റവും ആദ്യം കോൾ ചെയ്താരാ പടം കണ്ടിട്ട്? സിനിമ റിലീസ് ആയ ഏറ്റവും ആദ്യം വിളിച്ചാരാ? വിവേക് എന്ന് പറഞ്ഞ സൗണ്ട് ഡിസൈനർ ഉണ്ട്. വിവേക് ആദ്യം വിളിച്ചായിരുന്നു. വിവേക് ടർബോ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ വിളിച്ച് ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. വിവേകായിരുന്നു ആദ്യം വിളിച്ചത്. അങ്ങനെ പിന്നെ ഇനി ഒത്തിരി സിനിമകൾ കേട്ടെ. ഈ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ക് കൂട്ടി ഇതിനും അപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പുതിയ ശബ്ദങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ. ചെടിയെടുത്ത് പിന്നെ പറയേണ്ടതല്ല, വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള. ഇനിയും അദ്ദേഹം ചെയ്ത് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന സൗണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വെക്കേണ്ട സ്ഥലത്ത് കയറ്റി വെക്കും, എന്നിട്ടൊക്കെ തരും ഔട്ട് അല്ലേ. ഒത്തിരി സന്തോഷം കേട്ടോ. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഹിറ്റ് അടിക്കും. നമുക്ക് ഇതിന്റെ ആഘോഷമൊക്കെ ഒന്ന് ഇനിയും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകട്ടെ. സന്തോഷം. താങ്ക് യു.